ഹലോ, ഇത് നമ്മുടെ പെസഹായുടെ ചെറിയൊരു വീഡിയോ ആണ്. ചേട്ടാ എൻ്റെ അടുത്ത് പറഞ്ഞു തൃശ്ശൂർ ഇങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ലയെന്ന്. പക്ഷെ എൻ്റെ വീട്ടിലൊക്കെ പാരമ്പര്യമായിട്ട് നമ്മൾ ചെയ്തു വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് പെസഹായ്ക്ക് സ്ഥിരമായിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു അവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് ഇനി ഞാൻ അടുത്ത വർഷം മുതൽ മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പെസഹായുടെ കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതാണിത്. അപ്പം നമ്മൾ ചേട്ടായും ചേച്ചിയും കൊച്ചൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. രാവിലെ നമ്മൾ എല്ലാ പെസഹായ്ക്കും ചെയ്യുന്ന പോലെ നമ്മൾ പള്ളിയിൽ പോയി കഴിഞ്ഞ് തിരിച്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഫുഡൊക്കെ വെക്കും. അത് കഴിഞ്ഞ് പോകുന്ന ഊഞ്ഞാലൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ കുറച്ച് നേരം ഊഞ്ഞാലൊക്കെ ആടി ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചു. ഇതിൻ്റെ ഡീസൻ്റായിട്ട് കഴിക്കുന്നുണ്ട്. ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ പെസഹായുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ വൈകുന്നേരം എല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞ് വീടൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം പപ്പ തേങ്ങ പൊട്ടിക്കുന്ന പരിപാടിയാണ്. അത് പാലിനും പിന്നെ നമ്മൾ അപ്പം ഉണ്ടാക്കാനുള്ള പാലിന് വേണ്ടിയിട്ടുള്ള തേങ്ങയാണ് ഇപ്പോൾ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ വർഷവും പപ്പ തന്നെയാണ് പൊട്ടിക്കാറ്. തേങ്ങയൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞിട്ട് ചേട്ടയ്ക്ക് ഇതൊക്കെ ആദ്യത്തെ എക്സ്പീരിയൻസ് പറയാൻ പറ്റില്ല. വീട്ടിലെ നാടനാണ് ഇതൊക്കെ ചെയ്യാം. അപ്പോൾ അത് തേങ്ങ ചിരണ്ടാണ്. ഇനി നമ്മൾ ഈ തേങ്ങാപ്പാൽ പിഴിഞ്ഞ് ഈ തേങ്ങയുടെ പാലാണ് നമ്മൾ പാൽ കാച്ചാനായിട്ട് എടുക്കുക. അങ്ങനെ നമ്മൾ പുതിയ കലത്തിലാണ് എല്ലാ വർഷവും പാൽ കാച്ചുക. ഈ കലം നമ്മൾ വേറെ ഒന്നും ഉപയോഗിക്കില്ല. നമ്മൾ പാലിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അതിന് ശേഷം നമ്മുടെ ഓശാനിക്ക് കിട്ടുന്ന ഓല കുരിശാകൃതിയിലാക്കി നമ്മൾ അതിനകത്തിടും. ശേഷം നമ്മൾ വെല്ലം ഇട്ട് കൊടുക്കും. ഇത് ജീരകം കുറച്ച് അരച്ചിട്ട് അതും ഇടും. പിന്നെ നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇച്ചിരി കുറുകാൻ വേണ്ടിയിട്ട് കുറച്ച് അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കും. ശേഷം പാല് റെഡി. നമ്മൾ കുരിശപ്പം വട്ടയപ്പം ഉണ്ടാക്കിയിട്ടുണ്ടാകും. അപ്പോൾ പ്രാർത്ഥനയൊക്കെ എത്തിച്ച് എല്ലാവരും വന്നതിന് ശേഷം പപ്പയാണ് കുരിശപ്പം മുറിച്ച് എല്ലാവർക്കും കൊടുത്തത്. പിന്നെ അമ്മ പാല് എല്ലാവർക്കും കൊടുത്ത് നമ്മൾ പ്രായമായവർ തൊട്ട് പ്രായം കുറഞ്ഞവർ വരെ എല്ലാവരും പോയിട്ട് അത് മേടിക്കും. നമ്മൾ താഴെയൊന്നും കളയാനൊന്നും പാടില്ല. കുരിശ് വെച്ച് അപ്പം നമ്മൾ ഒരെണ്ണം ഉണ്ടാക്കുള്ളൂ. അങ്ങനെ അനന്തമായ സ്നേഹവും കാരുണ്യവും അനുസ്മരിക്കാൻ ഞങ്ങൾ നടത്തുന്ന ഈ പാവന ശുശ്രൂഷയിൽ സംതൃപ്തനാകണമേ. അങ്ങയുടെ കാലടികൾ പിന്തുടരുന്നത് ഞങ്ങളെ സഹായിക്കണമേ. ഈ പ്രാർത്ഥനയ്ക്ക് മുമ്പ് നമ്മൾ സാധാ കുരിശ് വരയ്ക്കും. കൊന്തയൊക്കെ എത്തിച്ചതിന് ശേഷമാണ് ഇത് അപ്പം മുറിക്കൽ ശുശ്രൂഷയുടെ പ്രത്യേക പ്രാർത്ഥനയൊക്കെ ഉണ്ട്. ചൊല്ലിയിട്ടാണ് അപ്പം മുറിക്കുക. ബൈബിളും വായിക്കും. എൻ്റെ കണ്ടു പഠിച്ചോട്ടോ. അടുത്ത കൊല്ലം വീട്ടിൽ പാലൊന്നും ഇല്ലാതെ എനിക്ക് പറ്റത്തില്ല കേട്ടോ. തന്നെ ഇരുന്ന് കുടിച്ചാൽ മതി. പാല് കുടിക്കുന്ന എടുത്ത് ഞങ്ങളെ മുട്ട നിർത്തിയിട്ട് അത് നക്കിക്ക് അപ്പൻ മുട്ടയിൽ നിന്നിട്ട് ഒരു തൊള്ളി നിർത്തി അടിക്കില്ല. അമ്മയുടെ കയ്യിൽ നിന്ന് ഇങ്ങനെയാണ് നമ്മുടെ പെസഹ എല്ലാ വർഷവും. ഈ വീഡിയോ ഷൂട്ട് ചെയ്യാൻ കാരണം ഞാൻ അടുത്ത വർഷം തൃശ്ശൂരാണെങ്കിൽ ഞാൻ ഇതൊക്കെ മിസ് ചെയ്യും. അവിടെ ഇങ്ങനെയൊന്നും ഇല്ലയെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് പെസഹ അപ്പം പാലും കുടിക്കാനൊക്കെ ഭയങ്കര ഒരു വികാരമാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ ബൈ.